അദ്ദേഹം കേരളത്തിന്റെ ഏതേ കാര്യത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുകയാണ് CPM-ന്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ. ഇയാൾ വർഗവഞ്ചകനാണ് എന്നുള്ളത് ആർക്കാണ് അറിയപ്പെട്ടത്? ഇങ്ങനെ പണി ചെയ്യുന്നവരല്ലേ വർഗവഞ്ചകൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, ഒരു വർഗത്തിന്റെ ഭാഗമായി നിന്ന് വർഗപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആള് ആ വർഗപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് വർഗവഞ്ചകരായിട്ടുള്ളവരുടെ കൂടാരത്തിൽ പോയി ചേർന്ന് അവരുമായി ചേർന്ന് വർഗപ്രസ്ഥാനത്തിനെതിരായി മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളിനെയല്ലേ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നത്? ഇയാൾ യഥാർത്ഥ വർഗവഞ്ചകനല്ലേ? ആ വർഗവഞ്ചകന് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത്? പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്, ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് എന്താ പറയുന്നത്? ഇയാൾ ആരാണ് ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പറയുക? ഇതൊരു ദൗർബല്യമായി കാണരുത്, ദൗർബല്യമായി കാണരുത്. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാഷ്മർ നടന്ന ഈ അമ്പലപ്പുഴയുടെ പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴ MLA ആണ് എന്തോന്നൊന്നും ആരും നോക്കത്തില്ല. അവര് ആൾക്കാർ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല. ഇതുമാതിരി വളരെ മോശപ്പെട്ട രൂപത്തിലേക്കുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA എന്ന രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ആരും തടസ്സമല്ല പ്രവർത്തിക്കുക. MLA ജനങ്ങൾ ജയിപ്പിച്ചല്ലേ MLA എന്ന രൂപത്തിൽ പ്രവർത്തനം നടത്താം. MLA-യുടെ പ്രവർത്തനം ഇതാണോ? MLA-യുടെ പ്രവർത്തനം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ, സ്നേഹപ്രവർത്തനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടത്തുകയല്ലേ MLA-യുടെ പ്രവർത്തനം. ഇവിടെ വന്നിട്ട് CPM-നെ വെക്കിട്ട് കയറുക, CPM പ്രവർത്തകരെ ആക്ഷേപിക്കുക, CPM നേതാക്കന്മാരെ ആക്ഷേപിക്കുക, CPM-ന്റെ മുഴുവൻ പ്രവർത്തകരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് പറഞ്ഞത് പറയുക. ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എവിടെ ക്ഷമിക്കാവുന്നതിന്റെ ക്ഷമ പരമാവധി ഞങ്ങൾ ക്ഷമിക്കല്ലേ? ആവശ്യമില്ലാത്ത ഇതിലുള്ള പണി നിർത്ത്. നിങ്ങൾ നേടിയല്ലോ, നിങ്ങൾ ഞങ്ങളെ തള്ളി പറഞ്ഞ് അവിടെ പോയി BJP-യുടെ വോട്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ട് ചെയ്തിട്ടാണല്ലോ UDF ജയിച്ചത്. ആ 30 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം അമ്പലപ്പുഴ മണ്ഡലമാണ്. ആ അമ്പലപ്പുഴ മണ്ഡലത്തിലും BJP-ക്കാരൻ നേരെ അപ്പുറത്ത് വോട്ട് ചെയ്ത് സുധാകരൻ വോട്ട് ചെയ്തിട്ടാണ് സുധാകരൻ ജയിച്ചത്. BJP-യുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന ആളാ. ഒരു സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ BJP-യുടെ അതാണ് മറ്റുള്ളവരെക്കാൾ വ്യത്യാസം എന്താ? BJP-യുടെയും കോൺഗ്രസിന്റെയും വോട്ട് ഒരേപോലെ മേടിക്കുക, ഒരേപോലെ മേടിച്ച് ജയിക്കുക. അങ്ങനെ ജയിച്ച ആള് സ്വാഭാവികമായിട്ടും വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുക. ആ സമീപനം പാടില്ല, ഇത് അവസാനിപ്പിക്കണം. CPM-ന് നേരെ നടത്തുന്ന ഈ വെക്കിട്ട് ഏർപ്പാടുള്ള അത് അവസാനിപ്പിക്കുന്നതാണ് എത്രയും നല്ലത്. ഇവിടെ സ്വാഗത പ്രവർത്തകൻ പറഞ്ഞ പോലെ ആ രൂപത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, ഇതുമാതിരിയുള്ള പണി അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ജനങ്ങളും ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. പരമാവധി ക്ഷമിക്കും. ആ ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം വിട്ടുപോകും. ആര് നിയന്ത്രിച്ചാൽ നിൽക്കുക, നിയന്ത്രണം വിട്ടുപോകും. അതൊക്കെ സംഭവിക്കും. അതിലേക്ക് സാഹചര്യം ഒരുക്കാതെ മര്യാദയ്ക്ക് സാക്ഷ്യപ്രവർത്തനം നടത്തുക, മര്യാദയ്ക്ക് MLA പ്രവർത്തനം നടത്തുക. യാതൊരു പ്രശ്നമില്ല. അതിനൊന്നും തടസ്സം ഞങ്ങളാരും നിൽക്കുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചല്ലേ അതനുസരിച്ച് ചെയ്തോളുക. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് ഞങ്ങൾ തിരുത്തുന്നുണ്ട്. തിരുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 10 മടങ്ങ് ശക്തിയോടുകൂടി അതിവേഗം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. നിങ്ങളെപ്പോലുള്ള ഏതാനും ആൾക്കാർ തീരുമാനിച്ചാൽ ഒന്ന് തകർക്കാൻ കഴിയുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ഈ പണി അവസാനിപ്പിക്കണം. ഈ അധ്യാപകരുടെ പേരിലെടുത്തുള്ള കള്ളക്കേസ്, ആ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് നിങ്ങൾ തന്നെ ആവശ്യപ്പെടണം. പോലീസോട് ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ കള്ളക്കേസ് എടുത്തത്. ആ കള്ളക്കേസ് 2 അധ്യാപകർക്കെതിരെ കള്ളക്കേസ് എടുത്തതിനെ സംബന്ധിച്ച് ഗൗരവമായ പ്രശ്നമാവും. വലിയ ജനകീയ സമരം പ്രതിഷേധം ഇവിടെ ഉയർന്നു ഇനി അത് വലിയ രൂപത്തിലേക്ക് മാറും. അങ്ങനെ മാറാതെ അടിയന്തരമായിട്ട് ഈ ടീച്ചർമാർക്കെതിരെ എടുത്തിട്ടുള്ള കള്ളക്കേസ് അടിയന്തരമായി പിൻവലിക്കണം. CPM-ന്റെ പ്രവർത്തകരെ ഇങ്ങനെ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ആക്രമിക്കാമെന്നും കീഴ്പ്പെടുത്താമെന്നും എന്ന് കരുതരുത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കോൺഗ്രസ്സുകാരനെ കൂട്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം എന്നുള്ളത് കോൺഗ്രസ്സുകാരൻ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. ആ പണിയായിട്ട് ഇനി മേലെ കോൺഗ്രസ്സുകാരും പോകരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ വന്ന മുഴുവൻ സഖാക്കളെയും ഉഷ്ണമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വെക്കുന്നു. അഭിവാദ്യം.